ഹലോ, നമുക്കിന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല കപ്പലണ്ടി തയ്യാറാക്കാം. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ പച്ചക്കപ്പലണ്ടിയാണ്. ഇത് നന്നായി കഴുകി വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല, ഉപ്പ്, കായംപൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടീസ്പൂൺ വറുത്ത അരിപ്പൊടി എന്നിവ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ തളിച്ചു കൊടുത്ത് അത് എല്ലാ കപ്പലണ്ടിയിലും കോട്ടാവുന്ന രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നന്നായി ചൂടായതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. അത് നന്നായി മൂത്തതിന് ശേഷം വറുത്ത് കോരി മാറ്റാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ എല്ലാം വെളിച്ചെണ്ണയിലേക്ക് നന്നായി ഇറങ്ങി വരും. എന്നിട്ട് അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കപ്പലണ്ടി ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ അതെല്ലാം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഓരോന്നും ഇട്ട് കൊടുത്ത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്കത് വറുത്ത് കോരി മാറ്റാം. ഇത് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർന്ന മിശ്രിതം ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പോ കായംപൊടിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാവുന്നതാണ്. ഇത് വറുത്ത് കോരി ചൂടോടുകൂടെ വേണം നമ്മളത് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാൻ. അങ്ങനെ സ്വാദിഷ്ടമായ മസാലക്കപ്പലിനെ നമുക്ക് വീട്ടിൽ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്